എയർ ഷോയ്ക്കിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അപകടം തേജസിൻ്റെ പ്രഭയെ ഒരു തരത്തിലും ബാധിക്കുന്നതില്ല. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ഒരു നേട്ടം തന്നെയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ്. 4ാം തലമുറ 4.5 ജനറേഷനിൽപ്പെട്ട വിമാനമാണ് തേജസ്. ഇതിൻ്റെ വികസനം മുതൽ ഇങ്ങോട്ട് ഇതിൻ്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ പരിശോധനകൾ നടത്തി മാത്രമാണ് ഇന്ത്യ തേജസ്സുമായി മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഡിസൈൻ നിർവഹിച്ചത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ്. നിർമ്മാണം HAL ആണ്. 2016 മുതൽ വ്യോമസേനയിൽ തേജസ് സർവീസിലുണ്ട്. 2 സ്ക്വാഡ്രണുകളിലായി 40ഓളം വിമാനങ്ങളാണ് എയർഫോഴ്സിൽ തേജസ് ഉള്ളത്. അതായത് നമ്പർ 45 ഒപ്പം തന്നെ നമ്പർ 18 അങ്ങനെ 2 സ്ക്വാഡ്രണുകളായിട്ടാണ് തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ സർവീസിലുള്ളത്. ഇതിൻ്റെ ശേഷി എന്നത് മാക് 1.8, അതായത് ഏകദേശം ഒരു 2000 കിലോമീറ്റർ വേഗ പരിധി ഉള്ള വിമാനമാണ് തേജസ്. വളരെ ലൈറ്റ് കോമ്പാക്റ്റ് ആയിട്ടുള്ള നേർക്കുനേർ യുദ്ധത്തിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു വിമാനമാണ് തേജസ്. ഇതിൻ്റെ വ്യോമപരിധി എന്നത് 50,000 അടി വരെയാണ്. അതായത് ഏത് സാഹചര്യത്തിലും ശത്രുവിനെ അതിശക്തമായി തന്നെ എതിരിടാൻ, അവരെ തകർക്കാനുള്ള ശേഷി തേജസ്സിലുണ്ട്. 2 വേരിയൻറ്റുകൾ, മാർക്ക് 1 എന്ന വേരിയൻ്റാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടത്. അതാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. മാർക്ക് 1A എന്നത് 5ാം ജനറേഷനാണ്. അതിൻ്റെ വികസന പ്രവർത്തനങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പറയേണ്ട ഒരു പ്രത്യേകപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിലടക്കം ഈ വാർത്ത വരുമ്പോൾ പരിഹസിച്ചുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കണ്ടതുകൊണ്ടുകൂടി പറയുകയാണ്. നമ്മളെപ്പോഴും അമേരിക്കൻ വിമാനങ്ങളെയൊക്കെ പല രീതിയിൽ താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ F-Series അടക്കമുള്ള പല യുദ്ധവിമാനങ്ങളുടെയും ക്രാഷ് റേറ്റ് എന്നത് ഒരു വർഷം 2 അതിലധികമോ ആണ്. 2016 മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തേജസ്സിൽ 2 ഇന്നത്തേത് കൂടി അടക്കം 2 അപകടങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് രാജസ്ഥാനിലായിരുന്നു 2024. അന്ന് പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. ഇന്ന് അതിന് സാഹചര്യം ഉണ്ടായില്ല. അതായത് ഈ ഏകദേശം 10 വർഷത്തോളം നീളുന്ന സർവീസിൽ 2 വിമാനങ്ങൾ മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിയുക.